ഈ ഒരു വർഷം നമ്മൾ നട്ടുവളർത്തിയിട്ടുള്ള നമ്മുടെ റംബൂട്ടാനുകളൊന്നും വലിയ രീതിയിലുള്ള വിളവോ കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ റെഡ് കളറിലുള്ളതും യെല്ലോ വേഷനൊക്കെയുള്ള റംബൂട്ടാനാട്ടോ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ സീസണിൽ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് വിളവ് കിട്ടിയത്. ആ കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ തന്നെ 2 റംബൂട്ടാനുകളും കായ്ഫലം ലഭിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും ഒടുവിൽ നമുക്ക് വിളവ് ലഭിച്ചതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഈ വർഷം ഇങ്ങനെ ഉണ്ടാവാൻ താമസിച്ചതെന്നാണ് കേട്ടോ നമ്മൾ കണക്ക് കൂട്ടണേ. ഇത് നമ്മുടെ അനുഭവത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ യെല്ലോ റംബൂട്ടാനാണ്. അതിൽ 2-3 കൊല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം ഒന്ന് കളർ മാറി വന്നപ്പോഴേക്കും കിളികളെല്ലാം വന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് പഴുക്കാൻ തുടങ്ങുന്ന പച്ച വരെ കിളികൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല രീതിയിൽ പഴുക്കാൻ വേണ്ടി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് പഴുത്തിട്ടുള്ള എല്ലാ കൊലകളും മെല്ലെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ് കേട്ടോ. അധികം കായ്ഫലമൊന്നും ലഭിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം വലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുമില്ല. ഒരു 5-6 കൊല ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് വലയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഏണി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്തുള്ള ഒരു കവുങ്ങിൽ ഇതുപോലെ ഏണി ചാരി അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മളിത് പറിച്ചെടുക്കണേ. അപ്പോൾ അത്യാവശ്യം ഒരു കൊലകളിൽ നല്ല രീതിയിൽ വിളവായതും ചെറുതായിട്ട് പഴുത്ത് വരുന്നതായിട്ടുള്ള എല്ലാ റംബൂട്ടാനുകളും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ യെല്ലോ കളറിലുള്ള റംബൂട്ടാനാണ്. ഈ യെല്ലോ കളറിലുള്ള റംബൂട്ടാന് ചെറിയൊരു രുചിയിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ഒരു പുളി മധുരമാണ്. അത്യാവശ്യം പുളിയും മധുരമൊക്കെ ഒരു മുൻതൂക്കം നിൽക്കുന്ന ഒരു രുചിയാണ് കേട്ടോ. അത്യാവശ്യം ടേസ്റ്റിയാണ്. പക്ഷേ റെഡ് റംബൂട്ടാന് നല്ല NIT ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തേൻ മധുരമുണ്ട് കേട്ടോ. പക്ഷേ ഈ യെല്ലോ ചെറിയൊരു പുളിമധുരമാണ്. അങ്ങനെ അതേ നമുക്ക് ഇത്രയ്ക്കും റംബൂട്ടാനെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളത് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അത്യാവശ്യം ഇതുപോലെ പഴുപ്പാവാറായ, അതായത് ചെമ്പരം കൊണ്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് റംബൂട്ടാൻ്റെ തൊണ്ട് ഇതുപോലെ നമ്മൾ പറിച്ച് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് നമ്മൾ ഇതുപോലെ ചെരുവത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓൾറെഡി തന്നെ നമ്മുടെ റംബൂട്ടാന് നല്ല പുളിയും മധുരവും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും എരിവ് കൂടി ചേരുമ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.